ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചാൽ ഈ പൊല്യൂഷൻ എടുക്കുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളുണ്ട്. ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ പെരുമ്പുഴയ്ക്കടുത്ത് ഹരിപ്പാടം മുക്ക് അല്ലെങ്കിൽ ഷാപ്പ് മുക്ക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇതെന്താണെന്നറിയോ? എല്ലാ വാഹനമുള്ള എല്ലാവർക്കും അറിയാം, വണ്ടിയുടെ പുക പരിശോധിക്കുന്ന ഒരു മെഷീൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഇതിലുള്ള ചില കള്ളത്തരങ്ങളും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊരു ചേട്ടൻ പറഞ്ഞു തരും. അതിന് മുമ്പായിട്ട് എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ്റെ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് മറന്നു പോകാറുണ്ട്. എന്തിനീ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയണേ. ഞാൻ മറന്നു പോകുന്ന ആ സിറ്റുവേഷനിൽ എന്നെ ഓർമ്മിപ്പിച്ച് കൃത്യമായി, അതായത് ഈ ഒരു സ്ഥാപനത്തിൽ ABS എന്നാണ്, ABS എന്നല്ലേ ചേട്ടാ? ഇതാണ് ഇവിടുത്തെ ചേട്ടൻ. ഈ ABS പൊല്യൂഷൻ ടെസ്റ്റിങ്ങിൻ്റെ സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിനടുത്ത് വന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും നമ്പർ ഇദ്ദേഹം കീപ്പ് ചെയ്യും. ഇതെല്ലാം വാട്സപ്പിലാക്കി അതാത് കൃത്യമായ സമയങ്ങളിൽ, അതായത് അവരുടെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി തീരുന്ന ആ കൃത്യസമയത്ത് അവരെ ഓർമ്മിപ്പിച്ച് കൃത്യമായി പൊല്യൂഷൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. കാര്യം എൻ്റെ വാഹനം ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ പൊല്യൂഷൻ നോക്കുന്ന ഇദ്ദേഹമാണ്. കൃത്യമായി എന്നെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് മാത്രം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ പല പ്രാവശ്യം പറയുമായിരുന്നു ഒരു വീഡിയോ ചെയ്തു തരണമെന്നൊക്കെ. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ്റെ കാര്യം മറന്നുപോയി, ഇദ്ദേഹം തന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഞാൻ അത് ഓർത്തപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ നമുക്ക് ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഷാജിമോൻ ചേട്ടൻ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഈ വണ്ടി നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചില കള്ളത്തരങ്ങളുണ്ടല്ലോ, അത് ഇതേപോലെയാണ്. ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ സ്റ്റാൻഡർ വെച്ച് പ്രോബ് നല്ല രീതിയിൽ ഘടിപ്പിച്ച് ഇത് നല്ല രീതി, അതായത് 30 സെൻറ്റിമീറ്ററോളം അകത്ത് നല്ലോണം ഇതേപോലെ കടത്തി വെച്ചതിന് ശേഷം ഇതിന് നല്ല രീതിയിൽ സ്റ്റാൻഡ് ഇതല്ലെങ്കിൽ വെച്ചതിന് ശേഷം സാധാരണ ടെസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ ഇനി ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി ഓണാക്കി ഇടുക, നോർമലുള്ള സ്ഥിതിയാണ്. ചില സെൻറ്ററുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രോബിൻ്റെ ആവശ്യമേ ഇല്ല, ഇത് എടുക്കത്തില്ല. ഇത് ആവശ്യമില്ലാതെ വെക്കാതെ ഇതിൻ്റെ അറ്റം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഘടിപ്പിക്കും, തൊട്ടില്ല എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എടുക്കും. ഇനി വേറൊരു കള്ളത്തരം കൊണ്ടുണ്ട്. ഇത് ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം ഇത് റീഡിങ് കുറയാൻ വേണ്ടി, ശരിക്കാണെങ്കിൽ അളവ് കുറയ്ക്കാൻ വേണ്ടി നല്ല രീതിയിൽ റൈസ് ചെയ്യും. അപ്പോൾ പുകയുടെ അളവ് കുറയും, കാർബണിൻ്റെ അളവ് കുറയും. ആ റിസൾട്ടാണ് എടുക്കുന്നത്. കാരണം നല്ല രീതിയിൽ റൈസ് ചെയ്യും. അത് മാത്രമല്ല, ഈ സാധനം ഇങ്ങനെ അറ്റത്തിരിക്കുകയുള്ളൂ. ചിലത് ഇതേപോലെ തന്നെ വാഹനം ഉണ്ടാവും. ഈ വാഹനം ആദ്യം ഫോട്ടോ എടുക്കും, അതിൻ്റെ വീഡിയോ എടുക്കും, കമ്പ്യൂട്ടറിലെല്ലാം എൻട്രി ചെയ്യും, മൊബൈലിൻ്റെ നമ്പരെല്ലാം ചെയ്തതിന് ശേഷം ഈ വണ്ടി ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി വേറൊരു സെക്കൻഡ് വണ്ടി ഇവിടെ കൊണ്ടുവെക്കും. അപ്പോൾ നല്ല വണ്ടിയായിരിക്കും, കണ്ടീഷനായിരിക്കും, അതിന് പുകയൊന്നും കാണത്തില്ല. അതിൻ്റെ റിസൾട്ട് ഇതേപോലെ പ്രോബ് വെച്ച് റെഡിയാക്കി അവരത് എടുത്തു കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന കള്ളത്തരമുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ഇത് ചെയ്യുന്നതുകൊണ്ട് കസ്റ്റമറിനുള്ള പ്രത്യേക ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി എപ്പോഴും സേഫായിരിക്കും. അവന് ശരിയായ രീതിയിലുള്ള കിലോമീറ്റർ വണ്ടി കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയെ കൊണ്ട് പുകയ്ക്ക് മറ്റൊരാൾക്ക് മലിനീകരണം ഉണ്ടാക്കുന്നില്ല. വണ്ടിക്ക് കാര്യക്ഷമത ഉണ്ടാകും തോറും കിലോമീറ്റർ കിട്ടും. ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ കസ്റ്റമറിനെ സംബന്ധിച്ചുണ്ട്. ഇത് വണ്ടിയുടെ സർവീസ് ചെയ്യാതിരുന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇദ്ദേഹത്തിനാണ് നഷ്ടം. അപ്പോൾ സമയാസമയങ്ങളിൽ നല്ല രീതിയിൽ സർവീസ് നടത്തി ട്രെയിനറെ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് എടുക്കുക, അതാണ് കസ്റ്റമർ ഏറ്റവും സേഫായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളവിടെ ടെസ്റ്റ് ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജ്, ഇത് പുതിയ വണ്ടിയാണ്. ആ വണ്ടിയുടെ സ്റ്റേജ് ഇതിനകത്ത് കണ്ടു, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് 1 വർഷം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പുകയുടെ പരിപാടിക്ക് വേണ്ടി പോവുക. അപ്പോൾ പുക എടുക്കുമ്പോൾ ശരിയായ രീതിയിൽ പ്രോബ് വെച്ച് ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മളിവിടെ ഇതിൻ്റെ വാല്യൂവിന് സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് പ്രിൻ്റ് വഴി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കണം. പിന്നെ നല്ല ഒരു ടെക്നീഷ്യന് അത് നല്ല രീതിയിൽ നല്ല റിസൾട്ട് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ ആരെയും പറയല്ല, അത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, കാരണം നല്ലൊരു മെക്കാനിക്കിനെ എന്തിൻ്റെ കുഴപ്പം എവിടെ എങ്ങനെ എന്താ ഏത് രീതിയിൽ ഏത് സമയത്ത് അത് അപ്ലൈ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയാൻ പറ്റും. അല്ലാതെ ഈ ചെയ്യുന്നതിൻ്റെ കൂട്ട് വേറൊരു വണ്ടി വെച്ചിട്ട് എടുത്തെടുക്കുക, അതല്ലാതെ പ്രോബിന് അഡ്ജസ്റ്റ് ചെയ്യുക, ആക്സിലേറ്റർ കൂട്ടുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കള്ളത്തരമാണ്. നമ്മുടെ നാടിനെ തന്നെയും നമ്മളെ തന്നെയും വഞ്ചിക്കുന്ന ഒരു രീതിയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാകുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായിരിക്കണം, മറ്റുള്ളവർക്കും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ. വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം. കാരണം പരിസ്ഥിതിയിൽ അധികം കാർബൺ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓസോൺ പാളിക്ക് വിങ്ങലേൽക്കുന്ന രീതിയിലുള്ള നമ്മുടെ രീതിയിലുള്ള ടെസ്റ്റ് പരാജയം
കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പ്രകൃതിയോട് കാണിക്കുന്ന ഒരു തെറ്റായ രീതിയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് 100% നീതി പുലർത്തുക, അതനുസരിച്ച് റിസൾട്ട് കൊടുക്കുക, നാടിനും നമുക്കും എല്ലാവർക്കും ചെയ്യുന്ന രീതി നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക. അത്രയും മാത്രം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജിമോൻ ടി. കൊല്ലം കുണ്ട്ര പെരുമ്പഴയിലാണ് എൻ്റെ സ്വദേശം. പ്രധാനമായും വാഹന പുക പരിശോധന ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഒരുപാട് ഫെയിലാകുന്നു. എന്തുകൊണ്ട്? വാഹനം ഫെയിലാകുന്നത് അതിൻ്റെ കാർബണിൻ്റെ അളവ് കൂടുതലായാൽ വാഹനം ഫെയിലാകും. ഇത് നമ്മുടെ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് നമ്മളാലാകുന്ന രീതിയിലുള്ള നമ്മൾ ചെയ്യുന്ന തൊഴിൽ കൃത്യനിഷ്ഠത കാണിക്കുക, വരാനുള്ള തലമുറയ്ക്ക് ശരിയായ രീതിയിലുള്ള ആവാസം നൽകുന്നതിന് നമ്മൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ പുക മിതമാകുന്ന രീതിയിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ അതിൻ്റെ അളവിൽ അത് നിജപ്പെടുത്തി അതിന് യോഗ്യമാകുന്ന രീതിയിൽ പാസ്സാക്കുക എന്നുള്ളതാണ്. റിസൾട്ട് പാസ്സായാലും ഫെയിലായാലും അതിൻ്റെ പ്രിൻ്റ് വരുമ്പോഴാണ് അതിൻ്റെ ശരിയായ വശം അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഫെയിലാകുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, വണ്ടിയുടെ കാര്യക്ഷമത ശരിയായ രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ വാഹനം ഫെയിലാകാം. സമയാസമയങ്ങളിൽ അതിൻ്റെ സർവീസ് നടത്താത്തത് മൂലം ഫെയിലാകുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, 2 വീലർക്ക് 2500-3000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ സർവീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്ലഗ് അതും മാറണം. അപ്പോൾ കാർബണിൻ്റെ അളവ് ഒരു പരിധി വരെ കുറയാൻ സാധിക്കും. 3, ഇതിൻ്റെ ഉപയോഗിക്കുന്ന പെട്രോൾ മായം ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഫെയിലാവാം. അത് ഡീസലായാലും അങ്ങനെ ഉണ്ടാവാം. ഡീസലിൻ്റെ പമ്പുകൾ കൃത്യമായ രീതിയിലുള്ള ക്ലീനിങ് ചെയ്ത് ശരിയായ രീതിയിലുള്ള കാലിബ്രേഷൻ ചെയ്ത് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് ശരിയായ രീതിയിൽ നമുക്ക് പൊല്യൂഷൻ എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു കാരണമുണ്ട്, എന്തുകൊണ്ട് ഇവിടെ പാസ്സാകാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാഹനം വേറൊരു PUC സെൻറ്ററിൽ ചെന്നിട്ട് അവിടെ പാസ്സാകുന്നു? ശരിയാണ്, പാസ്സാകാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ചില കമ്പനികളുടെ ചില സോഫ്റ്റ്വെയറിൽ വരുത്തിയിരിക്കുന്ന ചില വ്യത്യാസങ്ങൾ, ചില കമ്പനികൾ, എല്ലാ കമ്പനികളില്ല, ചില കമ്പനികൾ അത് ഹോൾഡാക്കി നിർത്തിയിട്ട് അവരത് പാസ്സാക്കി വിടുന്നുണ്ടാവും. അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശരിയായ രീതിയിലാണ് ചെയ്യുന്നത്. അതിന് കറക്റ്റായിട്ടുള്ളത് ഗവൺമെൻറ് തന്നിട്ടുണ്ട്, അല്ലെന്നുള്ള PUC സെൻറ്ററിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ പാസ്സാക്കുന്നത്. ഒരിക്കലും നമ്മുടെ വാഹനം ശരിയായ രീതിയിൽ സർവീസ് നേടിയിട്ടില്ലെങ്കിൽ ഫെയിലാവാം. ഈ ഫെയിലാകുന്ന വാഹനങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ സിസ്റ്റത്തിൽ നിന്നും അവരുടെ ആ ഇൻഫർമേഷൻ മാറുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗമുള്ളൂ. എന്തിനാണ് സമയം ഗവൺമെൻറ് തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വണ്ടി സർവീസ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ വാഹനം ഫെയിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഓയിൽ മാറണമെങ്കിൽ ഓയിൽ മാറണം, അതിൻ്റെ ഫിൽറ്റർ മാറണമെങ്കിൽ ഫിൽറ്റർ മാറണം, കാർബറേറ്റർ ക്ലീൻ ആക്കണമെങ്കിൽ കാർബറേറ്റർ ക്ലീൻ ആക്കണം, അതേപോലെ പ്ലഗ് മാറണമെങ്കിൽ പ്ലഗ് മാറണം. വണ്ടി കണ്ടീഷനാകുന്ന നല്ലൊരു മെക്കാനിക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരത് സർവീസ് ചെയ്ത് തരും. പിന്നെ ഒന്ന്, വാഹനങ്ങൾ പഴയതും പുതിയതും ഫെയിലാകാറുണ്ട്. പഴയത് ഫെയിലാകുന്നത് അതിൻ്റെ കാലഹരണപ്പെട്ട കുഴപ്പം കൊണ്ട് തന്നെയാണ്. എന്നാൽ പുതിയത് ഫെയിലാകുന്നത് എന്തുകൊണ്ട്? ശരിയായ രീതിയിലുള്ള സർവീസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. പുതിയ വണ്ടി എടുത്തതിന് ശേഷം പലരും അത് സർവീസ് ചെയ്യാറില്ല. അതിൻ്റെ കമ്പനി പറയുന്ന സർവീസ് 1-2 കഴിഞ്ഞതിന് ശേഷം അവരതിനെ നോക്കാറ് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൃത്യതയുണ്ടെന്നുണ്ടെങ്കിൽ പഴയതായാലും പുതിയതായാലും ഒരു ടെക്നീഷ്യൻ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇവിടെ അത് പാസ്സാകുന്നുണ്ട്. അത് പാസ്സാക്കി, ഇതറിയാവുന്ന അനുഭവ സമ്പത്തുള്ളവർ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് റിസൾട്ട് എടുത്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങളുടെ ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ. പക്ഷേ ഫെയിലായാലും പാസ്സായാലും പൈസ ഗവൺമെൻറ് ഈടാക്കും. ആ പൈസ ഞങ്ങൾക്ക് തന്നേ മതിയാവും, അത് കൊടുത്തേ മതിയാവും.